ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കളങ്കാവൽ മൂവിയുടെ ഒരു വിശേഷമാണ്. നമ്മൾ കളങ്കാവൽ കണ്ട് അതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് കണ്ടു കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സിനിമയെക്കുറിച്ച് റിവ്യൂ ഇടാൻ പോകുന്നത്. കാരണം എനിക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അത്രമാത്രം നമ്മളൊരു എക്സൈറ്റ് ചെയ്തില്ലേ. അതിനുശേഷം മമ്മൂട്ടി എന്ന ആക്ടറെക്കുറിച്ച് തിരിച്ചും മറിച്ചും വലിച്ചൊക്കെ നോക്കി എവിടെയെങ്കിലും എങ്ങനെ സിങ്ക് ചെയ്തിട്ടുണ്ട് മറ്റ് സിനിമയായിട്ട്, എവിടെയെങ്കിലും ഒരു സീൻ അറ്റ്ലീസ്റ്റ് റിപ്പീറ്റഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മാറി നോക്കി. അതിനൊക്കെ സമയമെടുത്ത് ഒരു ദിവസം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ മമ്മൂട്ടിനെ കാണിക്കുന്നത് വളരെ ക്യാഷ്വൽ സമയം തുടങ്ങിയിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു സാധനം അങ്ങോട്ട് വരും. അവിടെ നിന്ന് പിന്നെ മമ്മൂട്ടി എന്ന ആക്ടർ ആ സിനിമയിൽ എങ്ങനെയാണ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ഗ്രാഫ് ഒരൊറ്റ ഇടലാണ്. തുടക്കം കാണിക്കുമ്പോൾ ഒരു ചെറിയ കുഞ്ഞാണ്, പിന്നെ അങ്ങോട്ട് പോണത് മേപ്പോട്ട് പോയിക്കൊണ്ടിരിക്കാം. എൻ്റെ മോൻ ഇങ്ങനെ തുടങ്ങിയ ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും ഇങ്ങേരുടെ ഒരു നോട്ടമോ ഇല്ലെങ്കിൽ ആ ഒരു നടത്തിയോ ഇനി ബോഡി ലാംഗ്വേജ് ഏതെങ്കിലും ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സിങ്കായോ മറ്റു സിനിമയിൽ റിപ്പീറ്റഡ് വരുമോ എന്ന് ഞാൻ കുറേ കാലം വെച്ചു. അതിനുവേണ്ടി ഒരു ദിവസം എടുത്ത് നോക്കി. എവിടെയും റിപ്പീറ്റഡ് വാല്യൂ ഞാൻ കണ്ടില്ല. കാരണം ചിലപ്പോൾ ഇനി എൻ്റെ അറിവിൽ വന്ന് കൊണ്ടാണ് എൻ്റെ അറിവിൽ ഞാൻ കണ്ടില്ല. ഓക്കെ, അമ്മാതി പെർഫോമൻസ് പറഞ്ഞാൽ ഇതാണ് പീക്ക് ലെവൽ പെർഫോമൻസ്. കാരണം നമ്മൾ 500 കോടി 1000 കോടി 2000 കോടി നമുക്ക് ഇങ്ങനെയും നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മമ്മൂട്ടി എന്ന ഒരു സിനിമ ആക്ടറിനെ കൊണ്ട് ഒരു നല്ലൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതാകെ ഇതുപോലുള്ള സിനിമകളാണ്. നമുക്ക് പണ്ടത്തെ ഭാസ്കർ പട്ടേലും ഇപ്പോഴത്തെ നമ്മുടെ ഇതിലിപ്പോൾ എന്തൊക്കെയാണ് പേരുള്ള ഇങ്ങേക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ് പോലെ പീക്ക് ലെവൽ. വിനായകനും അങ്ങേരും അവർ നേർക്ക് നിന്ന് ഒരു വില്ലൻ എന്ന കഥാപാത്രത്തെ ഏറ്റെടുത്തിട്ട് അതിൽ ഹീറോയിസം കാണിക്കാതെ വളരെ എന്താണോ ഒരു വില്ലൻ ചെയ്യുന്നത് അത് മാത്രം ചെയ്തു. അതും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ചെയ്തു. വിനായകനാണെങ്കിൽ വേറൊരു തരത്തിൽ പെർഫോമൻസ് കൊണ്ട് നമ്മൾ എത്തിച്ചത്. കാരണം അദ്ദേഹം അങ്ങനെ ആക്രോശിച്ച് അഭിനയിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളെ പിടിച്ച് നിർത്തി കൈകെട്ടി അഭിനയിപ്പിച്ച് വരുന്നത് വലിയ ടാസ്ക് തന്നെയാണ്. പക്ഷേ അദ്ദേഹം വളരെ ഗംഭീരമായി ചെയ്തു. അതിൽ മമ്മൂട്ടീൻ്റെ ചില നോട്ടം, ചില ഭാവം, ചില രീതിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെയൊന്നും റിപ്പീറ്റഡ് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് തോന്നിപ്പോകും. കാരണം എല്ലാവരും ചെയ്യുന്നതാണല്ലോ. എന്നിട്ട് അവരെ പാട്ടുകൾ കൊണ്ട് ഇവിടെ പൂമാല ഇടുന്നു, അവരെ വലിയ മറ്റൊരാൾ വരച്ചത് അവർക്ക് സീനുണ്ട്. കാരണം ഒരേ റിപ്പീറ്റ് ചെയ്തിട്ട് പോലും അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ട്. പക്ഷേ ഇവിടെ ഒരു റിപ്പീറ്റേഷൻ വരുന്ന ഒരു നോട്ടം, ഈ ഒരു ഫ്രെയിം കഴിഞ്ഞാൽ ഓരോ ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏത് കാലത്ത് കാണിച്ചാലും ഇത് മറ്റേ കളങ്കാവലാണെന്ന് പറയും. അത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമ അങ്ങനെ ഏത് സിനിമ എടുത്ത് കാണിച്ചാലും ഇദ്ദേഹത്തിൻ്റെ മൂവി ഇതാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ആ ഒരു ക്യാരക്ടർ ബിൽഡിൻ്റെ ക്വാളിറ്റി. ശരിക്കും ഇത് ലെജൻഡ് എന്ന വാക്കിന് ശരിക്കും ആപ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ആളുകളാണ്. ശരിക്കും ഒരിക്കലും ഒരു റിപ്പീറ്റഡ് വരില്ല. അത്ര മനോഹരമായി സിനിമ ചെയ്യുന്നു, അത്ര മനോഹര ക്യാരക്ടറിന് വേണ്ടി എന്തും ചെയ്യുന്നു. ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഏത് തരം ഒരു ഇമേജും സ്റ്റാർഡം എല്ലാം തല്ലി പൊട്ടിച്ച് എല്ലാം കളയുന്ന എവിടെ അറിയോ? അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കണം. ആ ക്യാരക്ടറിന് മാത്രമേ ജീവൻ കൊടുക്കും. അതിനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതാണ് മോനെ മമ്മൂട്ടി. സൂപ്പർ. താങ്ക് യു എവരി വൺ.